ഈ KGF 1 ഒരു ഡയലോഗുണ്ട്. റോക്കി ചിന്ന വയസ്സിലെ ഒരു ബ്രാൻഡ് ആകണമെന്ന് ആസപ്പെട്ടാന്ന് പറഞ്ഞൊരു സാധനം. ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ അത് എന്താ പറയാ എല്ലാവർക്കും വെറുതെ വെറുതെ വാരിക്കോരി കൊടുക്കുന്ന ഒരു ഐറ്റം അല്ല. ബ്രാൻഡ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അതിൽ ജസ്റ്റിഫൈ ചെയ്യുന്ന സാധനങ്ങൾ അങ്ങനെ ചെയ്യണം, പിന്നെയും ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ നമ്മൾ ഈ എസ് രാജമൗഴി എന്ന് പറഞ്ഞിട്ട് മൂപ്പരുടെ എല്ലാ പടത്തിലും ഒരു സീൽ വെക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അതെന്താന്ന് ഇങ്ങനെ ഉറപ്പിക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഈ കണ്ട വാരണാസിയുടെ ആ ഒരു ടൈറ്റിൽ ടീസർ. ഇറ്റ്സ് നോട്ട് എ ടീസർ ഓഫ് ദി മൂവി. ജസ്റ്റ് ഒരു 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 ടൈറ്റിൽ ടീസറാണ്. ഒരു മോഷൻ പോസ്റ്ററിനൊക്കെ പോലെ അങ്ങനെ കൊടുക്കാൻ പറ്റും. ഇതിനു മുമ്പ് ഇറങ്ങിയ പോസ്റ്റേഴ്സിലൊക്കെ ട്രോൾ മെറ്റീരിയൽ ആയിട്ട് ആ പൃഥ്വിരാജിന്റെ സാധനമൊക്കെ ഇങ്ങനെ വന്ന സമയത്ത് അത് കഴിഞ്ഞിട്ടൊരു എമ്മാരി വലിയ സാധനം. കിടിലം എന്ന് പറഞ്ഞാൽ ആസ് എ ഫാൻ ഓഫ് ദിസ് ഡയറക്ടർ ഇറ്റ് വാസ് മൈൻഡ് ബ്ലോയിങ്. കാരണം ഇങ്ങനെ ചെയ്തു വെച്ച സാധനങ്ങൾ അമ്മാരി ലെവലിലുള്ളതാണെങ്കിൽ അതിനപ്പുറത്ത് ഇനി എന്നടാ പണ്ണ പുറകെ നമ്മൾ വിചാരിക്കുമ്പോൾ അതുക്കും മേലെ മൂപ്പര് ചെയ്യാന്ന് പറയുമ്പോൾ ഇറ്റ്സ് മാൻ. ദിസ് മാൻ ഈസ് ദി ബ്രാൻഡ്. ദി ദി ഐ തിങ്ക് ദി മോസ്റ്റ് എലിജിബിൾ ബ്രാൻഡ് ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈന് ഏറ്റവും അധികം എലിജിബിൾ ആയിട്ടുള്ള ഒരു ഡയറക്ടർ ഈസ് എസ് രാജമൗലി. ഈ ഈ മാസം തന്നെയാണ് ബാഹുബലി കണ്ടത്, റീ റിലീസ്. സോ മൂപ്പര് ഐ തിങ്ക് ഇതൊക്കെ കൊണ്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ ഒരു ഇങ്ങനൊരു സാധനം മൂപ്പര് ഇനി അടുത്ത് ചെയ്യേണ്ടത് പറഞ്ഞ് ഒരു 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 വിഷൻ ഉണ്ടല്ലോ ഒരു ഡയറക്ടറുടെ. അതെന്ന് പറഞ്ഞാൽ ഇപ്പൊ വെറുതെ ഒരു ഒരു കുറെ ആൾക്കാരെ പിടിച്ച് എന്തെങ്കിലും ഒരു പടം ചെയ്യാന്നുള്ള ഇതുവരെ ഞാൻ ചെയ്യാത്ത, ഇതുവരെ ഐ തിങ്ക് ഇതുവരെ വേൾഡ് കാണാത്ത അത്രയും എക്സ്ട്രീം ആയിട്ടുള്ള സാധനങ്ങളുള്ള ഒരു പടം, അത്രയും ബ്രഹ്മാണ്ഡമായിട്ടുള്ള സാധനം. ഇപ്പൊ ബ്രഹ്മാണ്ഡം എന്ന് പറഞ്ഞാൽ വെറുതെ കുറെ പൈസ ചിലവാക്കിയിട്ട് കാര്യമില്ല. ഓരോ ഫ്രെയിമിൽ നമുക്കത് ഫീൽ ചെയ്യണം. ഒരു ടൈറ്റിൽ ടീസറിലെ ഇങ്ങനെയെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് മോസ്റ്റ്ലി VFX ആൻഡ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ. എന്നിരുന്നാലും ആ ഒരു പടത്തിന്റെ ആ ഒരു തീം, അതിന്റെ ആ ഒരു എന്താണ് പടം പറയാൻ ഉദ്ദേശിക്കുന്നുള്ള ആ ഒരു 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 ടോട്ടൽ തീം നമുക്ക് ഡെലിവർ ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു ടൈറ്റിൽ ടീസറിന്റെ മെയിൻ ഉദ്ദേശം. അതിൽ തന്നെ നമ്മളിങ്ങനെ വായ പൊളന്ന് പാത്തിട്ടെ എന്നുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഇങ്ങനെ ഇനി ഇതിൽ അതിന്റെ അപ്പുറത്ത് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നുള്ള ഒരു യ- എന്ത് കിടില ഐറ്റമാണ് ഇതിനെ പറഞ്ഞു അറിയിക്കാൻ ഞാനത് കണ്ടത് ടിവിയിലല്ല, ഞാൻ ഫോണിലല്ല കണ്ടത്. പക്ഷെ വായ തുറന്നുപോയി, ശരിക്കും ഞെട്ടി. ഇപ്പൊ ഓൾറെഡി ഇങ്ങനെ തന്നെ മറ്റേ ഇറ്റേണൽ വാർ ചെയ്യുന്നുണ്ട്. നമ്മളറിയാം ബാഹുബലിയുടെ അടുത്ത പാർട്ടായിട്ട് പുറത്തിറങ്ങുന്ന, അല്ലെങ്കിൽ അതിന്റെ ഒരു 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 സീക്വലോ ഒരു സ്റ്റാൻഡ് അലോൺ പോലെ ഇറക്കുന്ന ഒരു ആനിമേറ്റഡ് മൂവി. ആനിമേഷൻ ഒന്നും ഇവിടെ തീരെ ഹോപ്പില്ലാത്ത റൈറ്റാണ്. അപ്പോഴാണ് ഒരു 100, 130, 150 കോടിക്കൊക്കെ ആർക്കേന്റെ ക്രിയേറ്റേഴ്സിനൊക്കെ കൊണ്ടുവന്ന് മൂപ്പര് കൊളാബ് ചെയ്ത് ചെയ്യുന്നത്. സോ ആ രീതിക്ക് ഇന്ത്യൻ ആനിമേഷനെ ഒരു ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന ഒരു പടം രാജമൗലിയുടെ കയ്യിൽ നിന്ന് വരുന്ന അതേ ടൈമിൽ തന്നെ അതിപ്പോൾ അടുത്ത വർഷം ഇറങ്ങും. അതിന്റെ അടുത്ത വർഷം ഇന്ത്യൻ സിനിമ കണ്ട എന്താ പറയാ, ഈ ഐ തിങ്ക് RRRും ഈ ബാഹുബലിയൊക്കെ തന്നെയാണ് ഇന്ത്യൻ സിനിമയെ പുറത്തേക്ക് ഇത്ര എത്തിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് ഇനി വാട്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട് മൂപ്പര് വെച്ചിട്ട്. മൂപ്പര് തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഒരു ഹഡിലുണ്ട്. സാധാരണ ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പരിധി വരെ ഓക്കെ ഇത് ചെയ്തതിന്റെ അപ്പുറത്ത് ചെയ്യണം. ഇങ്ങർക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന കടമ ബാക്കിയുള്ളവർക്കൊക്കെ ഒരു റെഫറൻസ് സ്റ്റാൻഡേർഡ് ആയിട്ട് ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്ത് ഇപ്പോൾ സ്പിൽബർഗിന്റെ പടവും ഇപ്പോൾ ക്യാമറോന്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ബാക്കിയുള്ള ചെറിയ ക്രിയേറ്റേഴ്സിനും ചെറിയ ഡയറക്ടേഴ്സിനൊക്കെ അവരൊരു റെഫറൻസ് ആണ്. അവർ ചെയ്തതിന്റെ അടുത്തെങ്കിലും എത്തുക, അതിനപ്പുറത്തേക്ക് പോകുന്നത് ചിന്തിക്കുക വല്ല ആവശ്യമില്ല. അവർ ചെയ്തതിന്റെ അടുത്തെങ്കിലും എത്തുക എന്ന് പറയുന്നത് തന്നെ അവർക്കൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. അങ്ങനെ ഇരിക്കെ ലെജൻഡറി ആയിട്ടുള്ള ഒരു ഡയറക്ടർ അങ്ങേർക്ക് ഒരു ഒരു പീക്ക് സാധനങ്ങൾ ഓരോ പടത്തിലും കൊണ്ട് ചെയ്തു വെച്ചിട്ട് അതിന് മേലെ മൂപ്പർക്ക് തന്നെ സർപ്പാസ് ചെയ്യണം എന്ന് പറയുന്ന ഒരു വലിയ ക്വസ്റ്റ്യൻ മാർക്ക് മൂപ്പർ തന്നെ സെറ്റ് ചെയ്ത് അതിന്റെ അപ്പുറത്തുള്ള ഒരു സാധനം ഡെലിവർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി ടാസ്ക്. ഇത് എല്ലാവർക്കും പറ്റൂല. സിനിമയോട് അത്രയും പാഷനുള്ള അത്രയും ഈ ബാഹുബലിയുടെ ഒക്കെ തന്നെ ഈ ഇത് ഇറങ്ങിയ സമയത്ത് അതിന് മുമ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇറങ്ങിയ ടൈമിലൊക്കെ അത് ഈ റീ റിലീസ് ടൈമിലൊക്കെ അത് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഐ തിങ്ക് നെറ്റ്ഫ്ലിക്സിലൊക്കെ അതിന്റെ ഗ്ലിംസ് പോലെ ഇട്ടിരുന്നു, ഒരു ഡോക്യുമെന്ററി പോലെ. മൂപ്പർ എത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ട് ഈവൻ ഫുഡ് പോലും എല്ലാവർക്കും വെജാണ് അങ്ങനത്തെ. അതായത് ആ ബഡ്ജറ്റ് കൺസ്ട്രെയിൻ വെച്ച് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ് ഈച്ച് ആൻഡ് എവരി സീൻ മൂപ്പര് പെർഫോം ചെയ്ത് കാണിച്ച്. അല്ലാതെ വെറുതെ ഇങ്ങനെ വാരിക്കോരി ഒരു പടം വെക്കുന്നുണ്ട്, കുറെ പൈസ കിട്ടിയിട്ടുണ്ട് എന്തോ ഈച്ച് ഈച്ച് ആൻഡ് എവറി ആസ്പെക്റ്റുകളിൽ മൂപ്പര് കൈ കടത്തി മൂപ്പര് ചെയ്യുന്ന ആ ഒരു സെറ്റപ്പ് ഇതിലും അതേപോലെ തന്നെ. ഐ തിങ്ക് ഈ ഡയറക്ടർ തന്നെയാണ്, രാജമൗലി തന്നെയാണ് പറഞ്ഞിട്ടുള്ളതും. ഇപ്പൊ പുറത്തൊക്കെ പടങ്ങൾ എടുക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്. ഐ തിങ്ക് ഇങ്ങർക്ക് കിട്ടുന്ന ഇങ്ങനെ വിളിച്ചിട്ടുണ്ടാവും ഇവിടുന്ന് ഇന്ത്യൻ ആക്ടേഴ്സിന്, ഈവൻ ധനുഷിനെ പോലെ ഒരു റൂസ് ഓഫ് ബ്രദേഴ്സിന്റെ പടത്തിൽ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും മൂപ്പർക്ക് പുറത്തുനിന്നുള്ള കോൾ വന്നിട്ടുണ്ടാവും. പോരാത്തതിന് ഇത്ര നല്ല ലെജൻഡറി ആയിട്ടുള്ള പടങ്ങൾ ചെയ്തു വെച്ചത് ചങ്ങായി ആയതുകൊണ്ട് എങ്ങനെ പോയാലും പുറത്തുനിന്നൊരു ഹോളിവുഡ് പടം ചെയ്യുമെന്ന് പറഞ്ഞ് അവര് ഒരുപാട് കമ്പൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ
ഇന്ത്യൻ ട്രഡീഷൻ എന്താണ്, ഇന്ത്യൻ പടങ്ങൾ എന്താണ്, ഇന്ത്യൻ പടത്തെ വേറെ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ വിഷൻ മൂപ്പര് ചെയ്തിട്ട് അതിൽ ഉറച്ചു നിന്നിട്ടാണ് ഇങ്ങനത്തെ പടങ്ങൾ നമുക്ക് ചെയ്യുന്നത്. ഇപ്പൊ 'വാരണാസി ടു ദി വേൾഡ്' എന്ന് പറഞ്ഞൊരു സാധനം ഒരു 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 എപ്പിക് ആവാനുള്ള ചാൻസ് എങ്ങനെയായാലും തീർച്ചയായും ഉണ്ട്. ഇതിന്റെ ആ ഒരു ടോട്ടൽ ടീസറില് കാണിച്ച ഓരോ ഫ്രെയിമും ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. വെറുതെ നമ്മളിങ്ങനെ വെറുതെ കണ്ടുപോകല്ലേ. വെറുതെ ഒരു ഒരു ഡോക്യുമെന്ററി കാണുന്ന അല്ലെങ്കിൽ ഒരു സഫാരിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് എടുത്തിട്ട പരിപാടിയല്ല. അതിൽ ആ കഥയെ പറ്റിയിട്ടുള്ള ചെറിയ ചെറിയ കുറെ ഗ്ലിംപ്സുകളൊക്കെ വെച്ച് നിങ്ങള് വലിയ സ്ക്രീനിലൊക്കെ കണ്ടാൽ നിങ്ങക്കത് മനസ്സിലാവും. കാരണം അത്രയും ഫ്രെയിം റേറ്റ് കുറച്ച് ഭയങ്കര ഹൈപ്പർ സ്ലോ മോഷനിലാണ് ആ സാധനം കാണിച്ചു പോകുന്നത്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് അതിൽ തന്നെ ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. ഓരോ ക്യാരക്ടേഴ്സിനെ അവിടെ ഇവിടെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ തന്നെ ആ ഒരു രാമായണത്തിനുള്ള റെഫറൻസ് വന്ന സമയമുണ്ടല്ലോ, ശരിക്കും ഗൂസ് ബംപ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്ത് വേറൊന്നും പറയാനില്ല. ആ ഒരു ഹനുമാന്റെ വാലി കൂടെ ഒരു ചാരിയറ്റ് പോകുന്നുണ്ട്. ഒരു 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 തേര് പോകുന്നുണ്ട്, ഒരു രഥം. ഉ പൊളി എമ്മാരി ഇങ്ങേരെ എടുക്കുകയാണെങ്കിൽ മഹാഭാരതവും രാമായണൊക്കെ പടായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ ചങ്ങായിയുടെ കൈ കൊടുക്കണം. പൊളിച്ചടുക്കി തരും. ഹിസ്റ്റോറിക്കൽ എപ്പിക്കുകൾ എടുക്കുന്നതിലപ്പുറത്തേക്ക് ഇങ്ങനെ മഗധീരയിലും ബാഹുബലിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. ഇങ്ങനെ ഈ ഒരു ഐ തിങ്ക് ഒരു ആനിമേറ്റഡ് മൂവി ആയാലും മതി ഒരു രാമായണത്തിനെ ബേസ് ചെയ്ത്. കാരണം അങ്ങേരുടെ വിഷൻ, അങ്ങേരുടെ ഒരു സ്കോപ്പ് ഓഫ് വിഷൻ അത്ര ഗംഭീരായിട്ടുണ്ട്. ആ ഒരു ഒരു പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും എനിക്ക് ആ ഒരു പർട്ടിക്കുലർ സീൻ അതെത്തിയ സമയത്താണ് എൻ്റെ അമ്മേന്ന് വിചാരിച്ചു പോയത്. ആ ഒരു രാമായണ റെഫറൻസ് എത്തിയ സമയത്ത്. കൂടാതെ ബാക്കിയെല്ലാം ബ്ലെൻഡ് ചെയ്ത് പോയാ ഇപ്പൊ എനിക്ക് ഈ സിനിമയില് ഇപ്പോ പ്രിയങ്ക ചോപ്രയുണ്ട്. അത് നല്ല കാസ്റ്റിംഗാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം പ്രിയങ്ക ചോപ്രേനെ ഇവിടെ മാത്രമല്ല പുറത്തുള്ള എല്ലാവർക്കും അറിയാം. ഐ തിങ്ക് ഇവിടെ ഉള്ള ആൾക്കാരെക്കാൾ കൂടുതൽ ഇപ്പൊ നമ്മളെ ഇന്ത്യക്കാരൊക്കെ മറന്നു. നമ്മളെക്കാൾ കൂടുതൽ ഇപ്പൊ പുറത്തുള്ളവർക്ക് പ്രിയങ്ക ചോപ്രേനെ അറിയാം. ഒരുപാട് സീരീസുകളിലും സിനിമകളിലൊക്കെ തന്നെ പുറത്ത് ഷൈൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു ആളെ കാസ്റ്റ് ചെയ്ത് നന്ദി. ഇപ്പൊ സ്ഥിരം ഇങ്ങനത്തെ പടങ്ങളിലൊക്കെ നമ്മൾ കാണുന്നത് ദീപിക പടുക്കോണാണ്. ദീപികനെ കണ്ട് നമ്മൾ മടുത്തു. അപ്പൊ അങ്ങനെ ഒരു 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 ഫ്രഷ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ്. ഒരു നല്ലൊരു കാസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു. പോരാത്തതിന് പൃഥ്വിരാജ് ഉണ്ട്. ആളുടെ ഊക്ക് കിട്ടുന്ന പരിപാടിയൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്ത് കാസ്റ്റ് ഒന്നുമല്ല. ഇതിലിപ്പോ നമ്മളിപ്പോ 'ബാഹുബലി' എന്നുള്ളൊരു പടം പ്രഭാസിനെ കണ്ടിട്ടല്ല കാണുന്നത്. ഇപ്പൊ 'ആർആർആർ' അല്ലെങ്കിൽ ഈ 2 വാട്ട് ദി ഡയറക്ടർ ഈസ് ഗോയിങ് ടു ഡു എന്നൊരൊറ്റ കാര്യം ഞാൻ പേഴ്സണലി അത് വെച്ചിട്ടാ പോണത്. എല്ലാ രാജമൗലി പടങ്ങൾക്കും. ഇപ്പൊ 'ആർആർആർ' ഒരുപാട് പേർക്ക് ഇഷ്ടമല്ലാത്തതുണ്ട്. പക്ഷെ എനിക്കെന്താ അറിയില്ല. ഇങ്ങേരുടെ എല്ലാ പടങ്ങളും എത്ര വട്ടം കണ്ടാലും എനിക്ക് മതിയാവില്ല. അതുകൊണ്ട് തന്നെ ഈ സാധനം എന്നെ വേറെ ലെവൽ രീതിയില് എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പോരാതെ തന്നെ എനിക്ക് ആകെ ഈ സിനിമയിൽ ഒരൊറ്റ ഡൗട്ട് ഉണ്ടായിരുന്നു. മഹേഷ് ബാബുവിനെ എന്താ പറയാ, ഒരു തരത്തിലും എക്സ്പ്രഷൻ ഇല്ലാത്ത ഒരാള് എന്ന രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതും രാജമൗലി എന്ന ഡയറക്ടർക്ക് വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും. കാരണം അങ്ങേരെക്കൊണ്ട് അങ്ങേർക്ക് വൻ ഫാൻ ബേസ് ആണ് അവിടെ ഉള്ളത്. നമ്മളിവിടെ നമ്മളിവിടെ റോസ്റ്റ് ചെയ്ത് വിടും പോലെയല്ല അവിടെ. പക്ഷേ ഇത് വെറുതെ തെലുങ്ക് ഓഡിയൻസിന് മാത്രം ഇറക്കുന്ന സാധനമല്ല. ദിസ് ഈസ് ഗ്ലോബ് ടോട്ടൽ. നമുക്ക് എൻറ്റയർ വേൾഡിൽ നമുക്ക് പ്രസന്റ് ചെയ്യുന്ന സാധനമാണ്. ഇതൊരു പാൻ ഇന്ത്യൻ സാധനം എന്നല്ല. പാൻ ഇന്ത്യൻ. ദിസ് ഈസ് പാൻ വേൾഡ് സംഭവം. ആ പാൻ വേൾഡിലേക്ക് പ്രസന്റ് ചെയ്യുമ്പോൾ അമ്മാരി കിടിലൻ പെർഫോമൻസും വേണം. സോ മഹേഷ് ബാബുവിനെ മൂപ്പരെങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പോകുന്നുള്ളൊരു വലിയ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഇതില് ഒന്നും കണ്ടില്ല. അത് മാത്രാണ് ഒരു 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 ഇങ്ങനെ ഒരു സാധനമായിട്ട് നിൽക്കുന്നത്. ഒരു നിശ്ചല ദൃശ്യം. കാരണം ഇനി ഇനി അത് വിചാരിച്ചിട്ടായിരിക്കും ചെയ്തത്. അതായത് മഹേഷ് ബാബുവിന്റെ മുഖത്തിൽ ഒരു എക്സ്പ്രഷൻ വരില്ല. അപ്പൊ ഒരു അനങ്ങുന്ന വീഡിയോ കാണിച്ചാൽ മനസ്സിലാവും മൂപ്പര് അഭിനയിച്ചിട്ടില്ലാന്ന്. അതുകൊണ്ടായിരിക്കും എല്ലാ ഫ്രെയിമും ഇങ്ങനെ സ്ലോ മോഷൻ വെച്ച് ചെയ്തതെന്നും അറിയില്ല കേട്ടാ. ഇനി അങ്ങനെ വിചാരിക്കാം. അതെന്തോ സംഭവം അതത്രേ ഉള്ളൂ. മൂപ്പര് ഇങ്ങനെ അഭിനയിച്ച് തകർക്കുന്ന എക്സ്പ്രഷൻ എന്ന് പറഞ്ഞൊരു സാധനം മുഖത്ത് വരാത്ത ഒരാളെ കൊണ്ട് ഇത്രയും വലിയൊരു പടത്തിൽ മൂപ്പര് എന്താ ചെയ്യാൻ പോകുന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ആൻഡ് 2027 വരെ വെയിറ്റ് ചെയ്യണം എന്നുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്ത കൊല്ലം നമുക്ക് ഇതിനോടെ തന്നെ നമ്മുടെ ബാഹുബലിയുടെ ഇറ്റേണൽ വാർസ് കിട്ടും. അതൊരു ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം ഇങ്ങനത്തെ പടം. സോ ഈ ടീസർ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഒരു ജസ്റ്റ് ടൈറ്റിൽ ടീസറാണ് ട്ടോ. ഇനി കുറേ സാധനങ്ങളൊക്കെ വരാനുണ്ട്. എനിക്ക് ആ ഒരു പ്രിയങ്ക ചോപ്രയുടെ പോസ്റ്റർ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു 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 പക്കാ ഇന്ത്യൻ ട്രഡീഷൻ പ്ലസ് ഒരു ഒരു ഹോളിവുഡ് ടച്ച് പ്ലസ് ഏതൊരു ഗെയിമിന്റെ പോസ്റ്റർ. കാരണം അങ്ങനത്തെ എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു സാധനം. പക്ഷേ പൃഥ്വിരാജിന്റെ പോസ്റ്റർ കുറച്ച് ഓക്ക് കിട്ടപ്പെടണത് ചിലപ്പോൾ പടത്തിൽ ചിലപ്പോൾ ശരിയാവും. ഈ ചെറിയ സാധനങ്ങളൊക്കെ ലീക്കായിരുന്നു. ഇതിന് മുമ്പ് തന്നെ മൂപ്പര് ഇങ്ങനെ വീൽ ചെയറിൽ ഇരിക്കുന്ന പരിപാടി. അന്ന് തന്നെ ഇത് യാത്രയുടെ സെറ്റപ്പ് ആണെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇത് വന്നപ്പോൾ അത് കൺഫേം ആയി. അതെന്തോ പക്ഷെ പടം വരുമ്പോൾ നമുക്കറിയാം. നമ്മളിപ്പോൾ വെറുതെ ട്രോൾ ചെയ്ത് വിട്ടിട്ട് കാര്യമില്ല. രാജമൗലി പടത്തിനാണ് ട്രോൾ ചെയ്യണമെന്ന് ആലോചിക്കണം. ആ ഊബിനെ നോക്കിയിട്ടേ ചെയ്യൂ. അറിഞ്ഞ് പണ്ണാൻ അറിയുന്ന ഒരു ചങ്ങായിയാണ്. സോ ഈ ഒരു ടീസർ കണ്ടു കഴിഞ്ഞപ്പോഴുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങളുടെ എക്സൈറ്റ്മെന്റ് എന്താണെന്നുള്ളത് കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.